ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം. പോലീസ് രാജ് അവസാനിപ്പിക്കുക. പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം. പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം. സംഘത്തിൻ്റെ ഈ ജില്ലയുടെ ജനറൽ കൺവീനർ ശ്രീ ആലങ്കോട് സുരേന്ദ്രൻ അവர்களെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കനായിട്ടുള്ള ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജില്ലയുടെ ചെയർമാൻ ശ്രീ മഞ്ചേൽ വിക്രമൻ, ഈ പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന ചെയർമാൻ ബഹുമാനീയനായിട്ടുള്ള ശ്രീ കെ സുരേഷ് അവറുകൾ,
മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ PM വിനോദ്, ഈ സംഘടനയുടെ സംസ്ഥാനതല നേതാക്കൾ ശ്രീ തോന്നയ്ക്കൽ മുരളി സാർ, ദിലീപ് ആറ്റിങ്ങൽ, BL ജോസ്, ശ്രീ ജില്ലയുടെ ട്രഷറർ ശ്രീ കരിച്ചാര പ്രശാന്തൻ ഉൾപ്പെടെ ഒത്തിരി നേതാക്കന്മാർ ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ സമയക്കുറവുള്ളതുകൊണ്ട് പറയുന്നില്ല. ഈ പ്രതിഷേധ സമരം വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലയിലെ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗസംഘടനകളുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഒരു സമരം അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. നമുക്കേവർക്കും അറിവുള്ളതുപോലെ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ പഠനം നടത്തിയിരുന്ന നമ്മുടെ പ്രിയ സഹോദരൻ നിതിൻ രാജിൻ്റെ ദുരൂഹ മരണത്തിൽ കുറ്റവാളികളായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 28-ാം തീയതി സംസ്ഥാനത്തൊട്ടാകെ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതര സംഘടനകളും ഒക്കെ തന്നെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാരുകളും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റു പല ഏജൻസികളും മുൻകൂട്ടി എടുക്കാറുണ്ട്. എന്നാൽ പട്ടികജാതിക്കാരുടെ ഒരു ഹർത്താൽ നടത്തിയാൽ അത് വിജയിക്കില്ല, അത് ജനജീവിതത്തെ സ്തംഭിപ്പിക്കില്ല, വാഹനങ്ങൾ യഥേഷ്ടം ഓടും, ഞങ്ങൾ സാധാരണ രീതിയിൽ ജനജീവിതം കൊണ്ടുപോകുമെന്നുള്ള അഹങ്കാരത്തോടുകൂടി സംസ്ഥാന സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഹർത്താലിനോടെടുത്ത നിലപാടാണ് കഴിഞ്ഞ 28-ാം തീയതി നാം കണ്ടത്. എന്നാൽ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കച്ചവട സുഹൃത്തുക്കളും വ്യാപാരി വ്യവസായികളും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ നമ്മളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഹർത്താലിനെ വിജയിപ്പിക്കുകയാണുണ്ടായത്. തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളും സ്തംഭിച്ചുകൊണ്ടുള്ള ഹർത്താലാണ് തിരുവനന്തപുരത്ത് നടന്നത്. കൃത്യം 6 മണിക്ക് തന്നെ തമ്പാനൂരിലെ ബസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് നമ്മൾ ആ ഹർത്താലിന് നേതൃത്വം കൊടുത്തു. ജില്ലാ കമ്മിറ്റി ഏകദേശം 200-ഓളം വരുന്ന സമരഭടന്മാർ തമ്പാനൂരിലെ റോഡുകൾ ഉപരോധിച്ചുകൊണ്ട് കടകൾ അടപ്പിച്ചുകൊണ്ട് നടത്തിയ ഹർത്താൽ തിരുവനന്തപുരം ജില്ലയിലെ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ ഹർത്താലിനോടനുബന്ധിച്ച് എല്ലാ ഇടങ്ങളിലും സമരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും നിരത്തിറങ്ങി. ഇവിടെ നമ്മൾക്കറിയാം, ഇതിന് തൊട്ടടുത്താണ് കണിയാപുരം ബസ് സ്റ്റേഷൻ. ആ ബസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ വന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളായിട്ടുള്ള ഷിബുവിനെയും ജോയിയെയും അതുപോലെ തന്നെ സുരേഷിനെയും ഈ മംഗലാപുരത്തിൽ SHO ഉണ്ട്. അവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ SHO, ആ നൈസാം എന്ന് പറയുന്ന SHO, അഹങ്കാരിയായ SHO, ജാതിപര്യനായ SHO പട്ടികജാതിക്കാർക്ക് സമരം ചെയ്യുവാൻ ഏതൊരു അവകാശവുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തെ തകർക്കുവാൻ വേണ്ടി സമരം ചെയ്ത ചെറുപ്പക്കാരുടെ ഷർട്ടുകളിലും അവരുടെ ദേഹത്തും കടന്നു പിടിച്ചുകൊണ്ട് അവരെ ചെറുത്തു തോൽപ്പിക്കുവാൻ, സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു ചെറുപ്പക്കാരനെ ഉടുപ്പിൽ തൂക്കിയെടുത്ത അദ്ദേഹം പോലീസ് ജീപ്പിലിടുകയുണ്ടായി. ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ 20 ദിവസമായി ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയെ കൊല ചെയ്ത് ഒളിവിൽ കഴിയുന്ന റാമിനെ പിടിക്കുവാൻ നിങ്ങളുടെ പോലീസിന് കഴിയാതിരിക്കുമ്പോഴാണ് അതിനെതിരെ ഒരു സമരം നടത്തിയ സമരഭടനെ ഇത്രയും ക്രൂരമായി, നിന്ദ്യമായി അവനെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോയി, അത് സാധാരണ കൂട്ടിക്കൊണ്ടുപോയി ഇടുന്നതല്ല, അങ്ങ് എടുത്ത് എറിയുകയാണ് ഉണ്ടായത്. ഇത് നമ്മൾ കേരളമൊട്ടാകെ കണ്ടതാണ്. അന്ന് മുതൽ നമ്മുടെ സഹോദരങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുവാനും സമരം ചെയ്യുവാനും ഈ നൈസാമിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒട്ടേറെ ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി.
നമ്മളെല്ലാവരെയും സമാധാനപ്പെടുത്തി വരട്ടെ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. അതുവരെ നിങ്ങളെല്ലാം ക്ഷമിക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ എത്തുന്നൊരു സമയം വരും. അതുവരെ ക്ഷമിക്കണമെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ അധികാരികളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഞങ്ങളുടെ സഹോദരമേൽ കൈവെക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ മംഗലാപുരം എന്നറിയുന്ന സ്ഥലമുണ്ടല്ലോ, പട്ടികജാതിക്ക് തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ പള്ളിപ്പുറം കോളനി, കരിച്ചാര കോളനി, മുരുക്കുമ്പുഴ കോളനി, വേങ്ങോട് കോളനി, ഇങ്ങനെ ഒത്തിരിയേറെ കോളനികൾ നിലനിൽക്കുന്നൊരു പ്രദേശമാണ് മംഗലാപുരം എന്നുള്ള യാഥാർത്ഥ്യം മംഗലാപുരത്ത് ഇപ്പോൾ ചുമതലയേക്കുന്ന SH മനസ്സിലാക്കണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്നു. അദ്ദേഹത്തിന് മംഗലാപുരത്തെ പട്ടികജാതിക്കാരുടെ ചരിത്രമറിയില്ല, പൂർവ്വചരിത്രമറിയില്ല. മഹാത്മാ അയ്യങ്കാളിയുടെ പാദവർഷം കൊണ്ടിട്ടുള്ള സ്ഥലമാണ് മംഗലാപുരവും കഴക്കൂട്ടവും കണിയാപുരവും. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ മാന്യമായി ഇടപെടുവാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. ഞാൻ ദീർഘമായി കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ സമരത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 28-ാം തീയതിയിലെ ഹർത്താൽ പരിപൂർണ്ണ വിജയമാക്കുവാൻ നമ്മുടെ അമ്മമാർ സഹോദരങ്ങളൊക്കെ തന്നെ ഈ നിരത്തിറങ്ങി. എല്ലാവർക്കും ആക്ഷൻ കൗൺസിലിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലയുടെ ചെയർമാൻ ശ്രീ മഞ്ചയിൽ വിക്രമനാണ്. നമ്മുടെ ഹർത്താൽ വിജയിപ്പിക്കുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി മുഴുവൻ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ നിർവഹിച്ച ജില്ലയുടെ ചെയർമാൻ ശ്രീ മഞ്ചയിൽ വിക്രമൻ അവരുടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നിന്നും. നമുക്കറിയാം, വെറും 10 ദിവസം കൊണ്ടാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം 21-ാം തീയതി തിരുവനന്തപുരത്ത് മഹാത്മാ അയ്യങ്കാളി ഹാളിൽ വെച്ചാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടത്. വെറും 7 ദിവസം കൊണ്ടാണ് കേരളമൊട്ടാകെ സ്തംഭിപ്പിക്കുന്ന ഈ ഹർത്താൽ വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. അതിന് നേതൃത്വം കൊടുത്തത് CSDSൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ KK സുരേഷ് അവர்களാണ്. അദ്ദേഹമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായ ശ്രീ PM വിനോദ് അവர்களാണ്. വളരെ ബഹുമാനപൂർവ്വം ശ്രീ PM വിനോദിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിലുള്ള ശ്രീ ദളിത് സേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസ് അവர்களാണ്. ജോസിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ജില്ലയുടെ ട്രഷറർ ശ്രീ കരിച്ചാറ പ്രശാന്തിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആറ്റിങ്ങൽ ദിലീപ് അവർക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. വേങ്ങോട് മുരളി സാറ്, ഇതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ ഗോവിന്ദ സാറ്, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകളുണ്ട്. BSP ഉൾപ്പെടെയുള്ള DHRM ഉൾപ്പെടെയുള്ള KPMS ഉൾപ്പെടെയുള്ള സാംബവ സഭ ഉൾപ്പെടെയുള്ള DSM ഉൾപ്പെടെയുള്ള CSDS ഉൾപ്പെടെയുള്ള മുഴുവൻ ആരെങ്കിലും ഏതെങ്കിലും സംഘടനയുടെ പേര് വിട്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ള ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ നിതിൻ രാജ്, ആക്ഷൻ കൗൺസിലിൻ്റെ ഏറ്റവും ബഹുമാനനായ സംസ്ഥാന ചെയർമാൻ, CSDSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KK സുരേഷ് അവர்களെ, നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന രക്ഷാധികാരി, KPMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായ ശ്രീ PM വിനോദ് അവர்களെ, ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ തോന്നക്കൽ മുരളി സാർ, ദളിത് സേനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ BL ജോസ് അവர்களെ, സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ദിലീപ് ആറ്റിങ്ങൽ, നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ജില്ലാ ട്രഷറർ ശ്രീ കരിച്ചാറ പ്രശാന്തൻ, ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബന്ധുമിത്രാദികളെ, സ്വാഗത പ്രാസംഗികൻ ആമുഖമായി തന്നെ ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സവിസ്തരം ആമുഖമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു.
നമുക്കറിയാം, കഴിഞ്ഞ 25 നാളുകൾക്ക് മുമ്പ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാനിടയായ നമ്മുടെ പ്രിയപ്പെട്ട മകൻ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് സ്വദേശി നിതിൻ രാജ് എന്ന 21 വയസ്സുകാരൻ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന പ്രദേശത്ത് ദന്തൽ കോളേജിൽ തൻ്റെ കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന വേതനം ഉപയോഗിച്ചുകൊണ്ട് നാളെ ഒരു ഡോക്ടറായി ഈ സമൂഹത്തിൽ സേവനമനുഷ്ഠിക്കാൻ പാകത്തിന് ആ കോളേജിൽ കഴിഞ്ഞ 8 മാസക്കാലത്തിന് മുമ്പ് അഡ്മിഷൻ എടുക്കുകയും വെറുതെ അഡ്മിഷൻ കിട്ടിയതല്ല, അദ്ദേഹത്തിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ്. പൈസ കൊടുത്ത് പലരും വാങ്ങി ഡോക്ടറായി പഠിച്ചിറങ്ങാൻ താല്പര്യപ്പെടുന്നത് പോലെ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു പേയ്മെൻറ്റ് സീറ്റിലല്ല നിതിൻ രാജ് പഠിക്കാൻ പോയത്. SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി, +2 മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി പെയിൻറ്റിങ് പണിക്ക് പോകുന്ന രാജൻ്റെ മകൻ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി അവൻ മെറിറ്റിലാണ് ഈ ഡെൻ്റൽ കോളേജിൽ ഡോക്ടറായി അഡ്മിഷൻ എടുത്തത്. ഇപ്പോൾ നീറ്റിൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി വീണ്ടും തയ്യാറെടുക്കുകയായിരുന്നു, MBBSന് തന്നെ പോകുന്നതിന് വേണ്ടി. ആ നിതിൻ രാജ് 8 മാസക്കാലം ആ കോളേജിൽ പഠിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് തൻ്റെ സഹോദരിമാരോടും തൻ്റെ മാതാപിതാക്കളോടും എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു ഫോണിൽ. ആ നിതിൻ രാജ് ഏറ്റവും ഒടുവിലായി മരണം വരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ 8:30 മണിക്ക് തൻ്റെ മാതാപിതാക്കളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ തനിക്ക് ആ കോളേജിലുണ്ടായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് നിതിൻ രാജ് മരണത്തിന് വിധേയനാകുന്നത്. ആ സാഹചര്യം മുഴുവൻ നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല. ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളും നിരത്തിലിറങ്ങി നിന്നുകൊണ്ട് ഭരണകൂടത്തിന് നേരെ സമരം ചെയ്യാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമരത്തിന് സാധ്യമായത്? കഴിഞ്ഞ 25 ദിവസക്കാലമായിട്ടും ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർ റാമിനെയും സംഗീത നമ്പ്യാരെയും ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഒരു സമരത്തിന് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോകേണ്ടി വന്നത്. അത് വെറും സമരമല്ല, കേരളം മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിന് നമ്മൾ തയ്യാറായത്. ബഹുമാനായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ KK സുരേഷ് അവർ, അതുപോലെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ നമ്മുടെ സണ്ണിയം കബിക്കാട് സാർ ഉൾപ്പെടെയുള്ള, ധന്യാരാമൻ ഉൾപ്പെടെയുള്ള, ശ്രീ PM വിനോദ് സാർ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ദളിത് വിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിച്ച് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ 28-ാം തീയതി കേരളം മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിന് നമ്മൾ തയ്യാറായത്. നമ്മൾ കണ്ടല്ലോ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപക്ഷെ മാധ്യമങ്ങളും ഒരുപക്ഷെ ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഇവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ സമരം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടും ആ ശ്രമത്തിനെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സമരഭടന്മാർ നിരത്തിലിറങ്ങി നിന്ന് ആ സമരം വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. 28-ാം തീയതി കേരളമൊട്ടാകെ വളരെ സമാധാനപരമായി രാവിലെ 6 മണി മുതൽ സമരം ആരംഭിച്ചു. ആ സമരം അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ വളരെ സമാധാനപരമായി മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഏതാണ്ട് രാവിലെ 9:30-10 മണിയോടുകൂടി ഈ പ്രദേശത്തെ, ഈ കണിയാപുരം പ്രദേശത്തെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നമ്മുടെ സ്വാഗത പ്രാസംഗ്യൻ ചൂണ്ടിക്കാണിച്ച കരിച്ചാറ പോലെ, അപ്പോളോ കോളനി പോലെ ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് വളരെ സമാധാനപരമായി ഈ ഹൈവേ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ നമ്മുടെ ആളുകൾ ആരുടെയും മേക്കിട്ട് കയറിയില്ല, ബലപ്രയോഗം നടത്തി ഒരു കടയും അടപ്പിക്കാൻ തയ്യാറായില്ല, ഒരു വാഹനവും എറിഞ്ഞു പൊളിച്ചില്ല, ഒരു വാഹനത്തിൻ്റെ ടയറും കുത്തിക്കീറിയില്ല, ഒരു വാഹനവും കത്തിച്ചില്ല.
അങ്ങനെ വളരെ സമാധാനപരമായി നമ്മുടെ ആളുകൾ സമരം ചെയ്തപ്പോൾ ഈ മംഗലപുരം സ്റ്റേഷനിലെ ലൈസാദ് എന്ന് പേരുള്ള SHO CI എന്ന് അറിയപ്പെടുന്ന SHO അദ്ദേഹം കേവലം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ കേരളം മുഴുവൻ ഇങ്ങനെ റീഷഫ്ലിംഗ് നടന്നു പോലീസിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസത്തേക്ക് ഈ മംഗലപുരം സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന ലൈസാദ് എന്ന് പേരുള്ള ഇവിടുത്തെ SHO, ആ SHO നമ്മുടെ സമരഭടന്മാരെ ഇങ്ങനെ ഏതാണ്ട് ഈ തവളകളെ തൂക്കിയെടുത്ത് ഇങ്ങനെ എറിയുന്നത് പോലെ, എലിയെ തൂക്കിയെടുത്ത് എറിയുന്നത് പോലെ തൻ്റെ ആരോഗ്യവും കരുത്തും നമ്മുടെ സമുദായങ്ങൾക്ക് നേരെ പ്രയോഗിച്ചത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. നമ്മുടെ ജോയിയെ പോലുള്ള ആളുകൾ, ജോയി പലപ്പോഴും പറയാറുണ്ട് 35 കിലോ ഭാരമേ ജോയിയുള്ളൂ. ആ 35 കിലോ ഭാരമുള്ള ജോയിയെ ഇങ്ങനെ തൂക്കിയെടുത്ത് എറിയുന്നൊരു സാഹചര്യം. ഇയാൾക്കാരാണ് അതിന് അധികാരം കൊടുത്തത്? ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്? ഒരു SHO പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ആളുകളെ തൂക്കിയെടുത്ത് എറിയുന്നതിന് അധികാരമുണ്ടോ? പോലീസ് ആക്ടിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുന്ന ആളുകളാണ്. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം പോലീസ് ഓഫീസർമാരുള്ളവരാണ്. നമ്മളൊക്കെ പണ്ടത്തതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല. അങ്ങ് വനത്തിനകത്ത് ജീവിക്കുന്ന നമ്മുടെ ആളുകൾ പോലും വിദ്യാഭ്യാസം ആർജിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ IPSകാരായി ധാരാളം പേരിരിപ്പുണ്ട്. SP-മാരും അതിന് മുകളിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട ലൈസാദെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏതാണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ ആളുകളുടെ മേൽ കയറാൻ വന്നു. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി പലതും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഈ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര സ്റ്റേഷനിൽ നിങ്ങളിരിക്കുമ്പോൾ, അരുവിക്കര സ്റ്റേഷനിലെ SHO ആയിരുന്ന നിങ്ങൾ അവിടെ ഇരുന്നോട്ടൊരു പട്ടികജാതിക്കാരനെ നിങ്ങൾ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തി നിങ്ങൾ പ്രതിയാക്കി അവനെ അകത്താക്കി. കഞ്ചാവ് കേസിൽ പ്രതിയാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ജയിലിലടച്ചതിന് ശേഷം ആ നിരപരാധിയായ ചെറുപ്പക്കാരനെ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കഞ്ചാവ് കച്ചവടക്കാരനാക്കി ചിത്രീകരിച്ച് അവനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറി ഒട്ടിക്കുന്നൊരു സാഹചര്യം നിങ്ങളുണ്ടാക്കി. +2 പഠിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മകന് പഠിക്കാൻ കഴിയാതെ അവന് പള്ളിക്കൂടത്ത് പോകാൻ നിർവാഹമില്ലാത്ത സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. അവനെ കള്ളൻ എന്നും കൊള്ളക്കാരനെന്നും കഞ്ചാവ് കച്ചവടക്കാരനെന്നും സമൂഹദ്രോഹി എന്ന് നിങ്ങൾ മുദ്ര കുത്തുന്ന തരത്തിൽ നിങ്ങൾ മുദ്ര കുത്തി നിങ്ങളവർ ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ചെറുപ്പക്കാരനും നിങ്ങളും തമ്മിൽ പിന്നീട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കേസ് നിങ്ങൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവൻ്റെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ആ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അവൻ്റെ കാല് പിടിക്കുന്ന രംഗം അവൻ്റെ ഫോണിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ലൈസാദെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി ഓരോന്നായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ കേരളത്തിൽ മുഴുവൻ സമരം നടന്നപ്പോൾ കേരളത്തിൽ മറ്റൊരു ജില്ലയിലും നടക്കാത്ത ഒരു പോലീസിൻ്റെ നിരനായിട്ട് മംഗലാപുരം സ്റ്റേഷനിലെ SHO ലൈസാദ് എന്ന തമ്മാടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചുവെങ്കിൽ നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ സന്ദർഭം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് ചേർത്തലയല്ല, നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഏത് കോണിൽ ചെന്നിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറായാലും നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങളെ ചെറുപ്പക്കാർ തയ്യാറാകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എല്ലാ കാലത്തും സർവീസിലിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ സർവീസിലിരുന്ന് കാക്കിയുടെ ബലത്തിൽ, കാക്കിയുടെ സംരക്ഷണയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ പുറത്തിറങ്ങും, നിങ്ങൾ കാക്കി ഉപേക്ഷിച്ച് പുറത്തിറങ്ങും. ഞങ്ങളുടെ ഒരാളിനെ പോലെ ഈ നിരത്തിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. വളരെ സൂക്ഷിച്ചു വേണം ലൈസാദെ നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഈ സന്ദർഭം ഞങ്ങൾക്ക് നിങ്ങളോട് അത്രയേ പറയാനുള്ളൂ. ഇപ്പോഴത്രയേ പറയുന്നുള്ളൂ. കൂടുതൽ പറയാൻ കരുത്തുള്ളവരാണ് എന്നെ കേൾക്കുന്ന ഈ സമരം നയിച്ചു വന്നിരുന്ന സമരഭടന്മാർ എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഇതിനപ്പുറം ഒന്നും പറയാൻ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ സ്വൈരമായി ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഭരണകർത്താക്കൾ പറയുന്ന ആജ്ഞകൾ അനുവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങളെ അടിച്ചൊതുക്കാൻ തയ്യാറായെങ്കിൽ നിങ്ങൾ ഇനി അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ നിങ്ങളോട് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അത് കേരളത്തിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കാണിച്ചില്ല. വളരെ മര്യാദപൂർവ്വം തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ റൂറൽ SP ഉൾപ്പെടെ സമരക്കാർക്ക് നേരെ വളരെ മാന്യമായി പെരുമാറിയപ്പോൾ നിങ്ങൾ ഈ മംഗലാപുരം സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ വികൃതിയുണ്ടല്ലോ, ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ പുറത്ത് കൈവച്ചുകൊണ്ട് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരോട് വണ്ടി കത്തിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്യാത്ത ഈ സാധാരണക്കാരായ ആളുകളെ മുഴുവൻ നിങ്ങൾ അതിമൃഗീയമായി നിങ്ങൾ മർദ്ദിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? നിങ്ങൾ മറുപടി പറയണം.
മറുപടി നിങ്ങളെ കൊണ്ട് പറയിക്കും, ഒരു സംശയം വേണ്ട. അത് പറയിക്കാൻ ശേഷിയുള്ളൊരു ആക്ഷൻ കൗൺസിലാണ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന് കരുത്തും തൻ്റെ ഇടവും ശേമുഷിയും ഉള്ള ഒരു വലിയ ജനതയാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കീഴിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ട ലൈസാദെ, നിങ്ങൾ ഞങ്ങളുടെ ആളുകളുടെ മുമ്പിൽ ക്ഷമ പറയാൻ തയ്യാറായില്ല. നിങ്ങൾ ക്ഷമ സ്ഥിരം പറയുന്ന ആളാണ്, ഞങ്ങൾക്കറിയാം. സ്ഥിരമായി ക്ഷമ പറയുന്ന ആളാണ് നിങ്ങൾ ഇത്തരം പോക്രതങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ സ്ഥിരമായി ക്ഷമ പറയുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഒരു ക്ഷമ കൊണ്ട് തീരുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ നിങ്ങളെ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതൊരു സൂചനാ സമരമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജില്ലയിലൊരു സൂചനാ സമരമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളുകളിൽ സമരം ആളിപ്പടരാതിരിക്കാൻ പോലീസെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. നാളെ ഈ ആളുകളെ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് ഈ ആളുകൾ ഇരമ്പി വന്നപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായെങ്കിൽ, ഈ ആളുകളെല്ലാം ഞങ്ങളുടെ സമരഭടന്മാർ, സഹോദരങ്ങൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ആർത്തിരമ്പി വന്നപ്പോൾ നിങ്ങളുടെ ആ മതിൽക്കെട്ടുകൾക്കോ നിങ്ങളുടെ ആ ഗേറ്റിനോ താങ്ങാൻ ഞങ്ങളെ കഴിയില്ല. കാരിരുമ്പിൻ്റെ കരുത്തുള്ള ആളുകളാണ് ഈ ചുറ്റാകെ താമസിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഞങ്ങളുടെ ആളുകളുടെ മേൽ ഇനി കൈവയ്ക്കാൻ തയ്യാറായാൽ, ലൈസാദെ, നിങ്ങൾ കേരളത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് ജോലി ചെയ്താലും ശരി, അവിടെ ഞങ്ങളുടെ ആളുകളുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ സഹന സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി മാന്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മാന്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. സാധാരണഗതിയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയുന്നത് പോലെയല്ല, സമരത്തിൻ്റെ രൂപവും ഭാവവും കൃത്യമായി മാറും. നിങ്ങളിട്ടിരിക്കുന്ന ആ ആട്ടൻ തൊലിയിട്ട ചെന്നായ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ചെന്നായയുടെ ആ രൂപത്തെ ഞങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഏറ്റവും ബഹുമാനനായ ഈ സമരസമിതിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ കെ സുരേഷ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭീം. ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ മഞ്ചിയിൽ വിക്രമൻ അവറുകളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിവിധ സംഘടനകളുടെ സംസ്ഥാന നേതാക്കന്മാർ, ശ്രീ PM വിനോദ്, ദിലീപ്, BL ജോസ് ഉൾപ്പെടെയുള്ള സംഘടനാ രംഗത്ത് ഈ പ്രദേശത്തും സംസ്ഥാനത്തുമാകെ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി നിരന്തരമായി പോരാടുന്ന സമന്വിതരായ മറ്റ് നേതാക്കന്മാരെ, സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ മംഗലപുരത്ത് ആദ്യമായിട്ടാണ് ഞാൻ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഞാൻ പലപ്പോഴും ഇതിലേക്ക് കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഇവിടെ നടക്കുന്ന പ്രതിഷേധ യോഗം പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു യോഗമാണ്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പ്രകടനത്തിലും യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉച്ചഭാഷണി ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്നുണ്ട്. എല്ലാവരും അലോസരമായി തോന്നാതെ ഈ പ്രതിഷേധ യോഗത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിഷേധം ഈ പോലീസിനെയും നാടിനെയും അറിയിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതാണ്ട് 20 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ BDS വിദ്യാർത്ഥിയായി പ്രവേശനം ലഭിച്ച് തൻ്റെ പഠനവുമായി മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ നിധിൻ രാജ് എന്ന നിങ്ങളുടെ ജില്ലയിലെ നെടുമങ്ങാട്ടുള്ള നിധിൻ രാജിനുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കോളേജിലെ പ്രിൻസിപ്പളും HODയും അവിടുത്തെ ചില അധ്യാപകരും
ഈ വിദ്യാർത്ഥിയെ നിരന്തരമായി ജാതിയുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വളരെ മോശമായ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചിട്ടുണ്ട്. പലപ്പോഴായി സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി മോശപ്പെട്ട രീതിയിൽ അധ്യാപകർ ഇടപെട്ടിട്ടുണ്ട്. ഡോക്ടർ റാം അടക്കമുള്ള സംഗീത അടക്കമുള്ള അധ്യാപകരും HOD അടക്കമുള്ള ആളുകൾ നടത്തിയ നിരന്തരമായ ജാതി പീഡനങ്ങളിൽ മനംനൊന്ത് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൻ്റെ 5ാം നിലയിൽ നിന്നും നിതിൻ രാജ് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന് ചുറ്റും കൃത്യമായും CCTV ക്യാമറകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് 10 മിനിറ്റുകൾക്ക് മുമ്പ് 9-ാം തീയതി നിതിൻ രാജ് ഇറങ്ങിപ്പോകുന്നത് പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് റൂമിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടെ ഉണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയതിനു ശേഷം ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ട നിതിൻ രാജിൻ്റെ ശരീരത്തുള്ള പാടുകൾ ഒരു 5ാം നിലയിൽ നിന്നൊക്കെ ചാടിയാൽ ഉണ്ടാകാവുന്ന പരിക്കുകളൊന്നും തന്നെ കാണാനില്ല. ചെവിയിലൂടെ മാത്രം ബ്ലഡ് വന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടി അതിദാരുണമായ നിലയിൽ ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ മരണത്തോട് മല്ലടിച്ച് ഒരു BDS വിദ്യാർത്ഥി ജീവൻ കളയേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു? അതിന് നിദാനമായ കാര്യങ്ങൾ ജാതി കൊണ്ട്, നിറം കൊണ്ട് അകറ്റപ്പെട്ട സമുദായത്തിൻ്റെ കുടുംബത്തിൽ പിറന്ന നിതിൻ രാജ് എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് അവൻ ചെയ്തത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പഠിക്കാൻ സമർത്ഥനായിരുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്തേണ്ട ഒരു സാഹചര്യം നിതിൻ രാജിന് ഒരിക്കലും ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾക്കറിയാം. 14,000 രൂപ ലോൺ ആപ്പിൽ നിന്നും വായ്പയെടുത്ത് സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വായ്പയെടുത്തതിൻ്റെ പേരിൽ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ലോൺ ആപ്പുകാര് നിർബന്ധപൂർവം ശല്യം ചെയ്തതിൻ്റെ പേരിൽ സംഗീത എന്ന അധ്യാപികയെ വിളിച്ച് നിരന്തരമായി ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മളോടൊക്കെ പറയുന്നത്. പിന്നീട് വന്ന വാർത്ത നിങ്ങൾക്കറിയാം. നിതിൻ രാജിൻ്റെ ഫോണിൽ നിന്നും സഹോദരിക്ക് അയച്ച വോയിസ് ക്ലിപ്പുകൾ പരിശോധിക്കുമ്പോഴാണ്, ഞാനിപ്പോൾ നിതിൻ രാജിൻ്റെ വീട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത്, ആ വോയിസ് ക്ലിപ്പുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് മുതൽ ഈ അധ്യാപകർ നിതിൻ രാജിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ അറിയണം, സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി 10,000 രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുടുംബം. ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ നിതിൻ രാജ് 14,000 രൂപ ലോൺ എടുത്തതിന്റെ പേരിൽ, അത് കുടിശ്ശികയായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി കണ്ണൂര് സമരമുഖങ്ങൾ തുറന്നു. വിവിധ പട്ടികജാതി സംഘടനകൾ, ദളിത് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരമായി സമരമുഖത്തിറങ്ങി. എന്താ ഫലമുണ്ടായത്? ആ സമരമുഖങ്ങൾക്കൊന്നും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. നിതിൻ രാജിന് അച്ഛൻ കോളേജിലേക്ക് എന്നുമ്പോൾ പറഞ്ഞത് എന്റെ മകനെ കൊന്നതാണ്.
എന്റെ മകനെ കൊന്നവനെ ഞാൻ കണ്ടാൽ അവനെ ഞാൻ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ പ്രസ്താവന നമ്മുടെ മൊബൈലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ആ മാതാവിന്റെയും പിതാവിന്റെയും വേദന അടങ്ങിയിട്ടില്ല. ഞാൻ അരമണിക്കൂറുകൾ മുമ്പാണ് അവിടെ നിന്ന് പോരുന്നത്. ആ മിഥുന്റെ അമ്മയുടെ സങ്കടം ആ പ്രദേശം മുഴുവൻ ഇപ്പോഴും അലയടിക്കുക. കണ്ണുനീർ വറ്റാത്ത കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വളരെ വേഗം തന്നെ നിരവധി പട്ടികജാതി ദളിത് സംഘടനകൾ, ദളിത് ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് യോഗം കൂടി. നമ്മൾ പല കൊടിയുടെ കീഴിൽ നിൽക്കുന്നവരാണ്, പല കൊടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ നീതികേട് കണ്ടുമ്പോൾ, നീതികേട് കാണുമ്പോൾ, അത് ബോധ്യപ്പെടുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായിക്കൊണ്ട് 52-ലധികം ദളിത് സംഘടനകൾ വളരെ വേഗം യോഗം കൂടി. ആ യോഗം കൂടി നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന രൂപീകരിച്ചു. കേരളം ഒരു സമരമുഖമായി മാറി. ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ, പട്ടണങ്ങളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, ക്യാമ്പസുകളിലേക്ക് നിതിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ച് നടത്തി. നമ്മുടെ പോലീസ് പ്രതിയെ അന്നേരവും അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസ് വളരെ നിസ്സാരവൽക്കരിച്ചതിനെ കണ്ടു. സമരം രൂക്ഷമായപ്പോഴാണ് നമ്മുടെ പോലീസ് ഒരു ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്ത് കേസിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടുവാൻ യഥാർത്ഥ പ്രതികളായ കണ്ണൂർ രാഷ്ട്രീയത്തിലെ നമ്പ്യാർ കുടുംബങ്ങളിൽ സ്വാധീനമുള്ള അധ്യാപകർ, അവരെ രക്ഷപ്പെടുവാൻ വേണ്ടി പോലീസും കോളേജ് അധികാരികളും കൂടി ഒത്തുകളിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയണം, നമ്മുടെ മറ്റൊരു സംസ്ഥാനത്ത് പോയി ലോൺ ആപ്പിന്റെ പേരിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. നമ്മുടെ സമരം അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. ലോൺ ആപ്പിനെ പ്രതിയാക്കിയ ആ വിഷയത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ സമരം അവസാനിക്കുമെന്ന് വിശ്വസിച്ച പോലീസിന് കണക്ക് കൂട്ടുകളിൽ പിഴച്ചുപോയി. എവിടെയാണ് സമരമുഖം തുറന്നുകൊണ്ട് ആദിവാസികളും ദളിതരും പട്ടിക വിഭാഗങ്ങളും അടങ്ങുന്ന ഒരു വലിയ മുന്നേറ്റം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കൊടികൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ കൊടികളും ചേർത്ത് പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെയുള്ള വലിയ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് സമാധാനപരമായ സമരങ്ങളുമായി തെരുവുകളിൽ നമ്മൾ വിശ്രമരഹിതമായി പണിയെടുത്തുകൊണ്ട് നിതിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖങ്ങൾ തുറന്നു. ആ സമരമുഖങ്ങളിൽ പോലീസ് വീണ്ടും പരിഗണിച്ചില്ല. പോലീസ് അതിനെ ഗൗരവമായി എടുത്തില്ല. മുഖ്യമന്ത്രി അടക്കം നിരവധി ആളുകൾക്ക്, അന്നത്തെ മുഖ്യമന്ത്രി അടക്കം നിരവധി ആളുകൾക്ക് നമ്മൾ പരാതി കൊടുത്തു. യാതൊരു നിലപാടും സ്വീകരിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെയ്തത് കഴിഞ്ഞ മാസം 28-ാം തീയതി കേരളത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നതും ആ ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ ബാക്കി പത്രമായിട്ടാണ്. എന്തിനായിരുന്നു ഹർത്താൽ? സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി. 22 വയസ്സുള്ള ഒരു ഡോക്ടറാകേണ്ട, നമ്മുടെ കുടുംബത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്യണം. ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. HOD, പ്രിൻസിപ്പൽ, അധ്യാപകർ. ആ മിഥുന്റെ പിതാവും മാതാവും പരാതി എഴുതി കൊടുത്തു, ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾക്ക്. പോലീസ് യാതൊരു അനക്കവും ഒരു അന്വേഷണവും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് അവസാന ഘട്ടം ഈ നേതാക്കന്മാരും ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഹർത്താലിലേക്ക് പോയി. ഹർത്താലുമായി മുന്നോട്ട് പോയപ്പോഴാണ് ചില ആളുകൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കേരളത്തിൽ ആദ്യമായിട്ടൊരു ഹർത്താൽ നടന്നെന്നാണ് ഇന്നലെ ഒരാളിനോട് പറഞ്ഞു. ഇതിനു മുമ്പ് ഹർത്താലില്ലായിരുന്നു. 28-ാം തീയതി വളവട്ടടുത്ത് ഉൾപ്പെടെ
ഈ മംഗലപുരത്ത് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നമ്മളെല്ലാവരും സമാധാനപരമായി സമരം നടന്നു. ഹർത്താൽ നടക്കുമ്പോൾ സാധാരണ കേരളം കണ്ടതല്ലേ, ഹർത്താലുകളിൽ കടകളടയ്ക്കും, തെരുവുകൾ നിശ്ചലമാകും, സമരം ചെയ്യുന്ന ആളുകൾ പ്രകടനം നടത്തും, സിന്ദാബ വിളിക്കും, ബസ്സുകൾ തടയും. നമ്മുടെ നാട്ടിൽ ഇത് കണ്ടതല്ലേ. പിന്നെ 2019 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു വലിയ ഹർത്താൽ ഇവിടെ നടന്നു. അതാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഹർത്താൽ. ആ ഹർത്താലിൽ 24ഓളം പോലീസ് ജീപ്പുകളാണ് അഗ്നിക്കിരയാക്കിയത്. 174 ബസ്സുകളുടെ ചില്ലുകൾ അടിച്ചു തകർത്തു, വഴിപോക്കരെ തല്ലി, ആശുപത്രികൾ ഉൾപ്പെടെ അടപ്പിച്ചു. അന്നാണ് കേരളത്തിൽ ആദ്യമായി ഒരു പോലീസിന്റെ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറെ കുത്തി കൊലപ്പെടുത്തിയ നാടാണ് നമ്മുടെ കേരളം. അവിടെയാണ് ആദിവാസികളും ദളിതരും സമാധാനപരമായൊരു സമരമുഖത്തിറങ്ങി തെരുവുകളിൽ കുത്തിയിരുന്ന്, ഹൈവേകളിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് ഈ സ്ഥലത്ത് CI അവന് ഹാലിളകി. ഞാൻ കണ്ടു ആ വാർത്ത. അയാള് വളരെ മോശമായി നമ്മുടെ ആളുകളെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവും സുരേഷും അതുപോലെ സുമേഷും ജോയിയും ശ്യാംകുമാർ അടങ്ങുന്ന ആളുകളെ അവരുടെയൊക്കെ നെഞ്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് തള്ളുന്ന ഒരു തെരുവ് പട്ടിയെ ഞാൻ കണ്ടത്. ഇവന്റെ മുമ്പിൽ നിന്ന് വർത്താനം പറയാനാണ് ഞാൻ വന്നത്. ഈ നിസാമുദ്ദീൻ അവന്റെ പേരെന്നാ, നൈസാദല്ല, അവന്റെ അച്ഛനാന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ പോയി വർത്താനം പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. എനിക്ക് അവിടെ നിന്ന് വർത്താനം പറയാൻ കഴിയാത്തതിലുള്ള വിഷമം കൂടെ ഞാൻ പങ്കുവയ്ക്കുക. ഇവൻ ആരാ ലൈസൻസ് കൊടുത്തത്? ഞങ്ങളുടെ ആളുകൂടെ നെഞ്ചിൽ കൂടി പിടിച്ച് ഞെക്കുവാൻ, അവരെ തള്ളുവാൻ, പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിയുവാൻ ഇവൻ ആര് ലൈസൻസ് കൊടുത്തു? പോലീസ് ആക്ടിൽ അങ്ങനെ പറയുന്നില്ല. ഒരാളുടെ ദേഹത്ത് തൊടുവാൻ പറയുന്നില്ല പോലീസെ. പിന്നെ നീ ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം മാറി വന്നിട്ട് നീ ഇത്ര ആള് കളിച്ചിട്ടുണ്ട്. തെരുവ് ഗുണ്ടയെ പോലെ, തെരുവ് ഗുണ്ടയെ പോലെ നീ ഞങ്ങളുടെ ആളുകളുടെ കരണത്തടിച്ചിട്ടുണ്ടെങ്കിൽ, തെരുവ് ഗുണ്ടയെ പോലെ ഞങ്ങളുടെ ആളുകളുടെ നെഞ്ചിലേക്ക് നിന്റെ കരമിറക്കിയിട്ടുണ്ടെങ്കിൽ, നീ മോനെ സമാധാനം പറഞ്ഞിട്ട് മാത്രം ഇനി സർവീസിൽ ഇരുന്നാൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഒരു തർക്കമൊന്നും വേണ്ട. ഇവൻ ആരാ ലൈസൻസ് കൊടുത്തത്? ഈ CIയുടെ ഇവന് ലൈസൻസ് കൊടുത്ത ആരാണെന്ന് എനിക്കറിയണം. തല്ലുവാൻ ഇവന് ലൈസൻസ് കൊടുത്ത ഏത് മേലുദ്യോഗസ്ഥനാണെങ്കിലും ശരി, അയാളോടും കൂടെ ഞാൻ പറയുകയാണ്, നിന്നെ സമാധാനം പറയിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. നിയമപരമായി ഞങ്ങൾ സമാധാനം പറയിക്കും. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലായിരുന്ന ഒരു നാടാണ് ഇവിടം. വഴി നടക്കുവാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു മണ്ണായിരുന്നു ഇവിടം. അവിടെയാണ് ഞങ്ങളുടെ മുതുമുത്തച്ഛൻ മഹാൽ മയ്യങ്കാളി വഴി നടക്കരുതെന്ന് പറഞ്ഞ വീതിയിലൂടെ വില്ലുവണ്ടി വായിച്ചുകൊണ്ട് സവർണ തമ്പുരാക്കന്മാരെ വെല്ലുവിളിച്ച് വെല്ലുവണ്ടി പായിച്ച മഹാൽ മയ്യങ്കാളിയുടെ പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. നടക്കരുതെന്ന് പറഞ്ഞ വഴിയിലൂടെ നടന്ന പാരമ്പര്യമുള്ള ഞങ്ങളുടെ ഗുരുക്കന്മാർ, അവർ ഞങ്ങൾക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൃഗീയമായി നമ്മുടെ ആളുകളെ മർദ്ദിക്കുന്നത് വേദനാജനകമാണ്, പ്രതിഷേധ അർഹമാണ്. ഇത്തരം അനീതികളെ നമ്മുടെ നാട്ടിൽ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് പോലീസ് ഓഫീസർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തൽ കൊണ്ടൊന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നടത്തുന്ന സമരമുഖത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനേ കഴിയില്ല.
ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ദീർഘമായി ഞാൻ പോകുന്നില്ല, കാരണം നമ്മുടെ മൈക്കിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം നിധിൻ രാജിന് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്നത് വരെയാണ് നമ്മുടെ സമരം. ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ മോശപ്പെട്ട അനുഭവങ്ങളാണ് നമ്മുടെ ആളുകൾക്കുണ്ടായത്. ഈ ടൗണിൽ നമ്മുടെ ആളുകളെ പോലീസ് കൈകാര്യം ചെയ്തു. സമാധാനപരമായി സമരം ചെയ്ത പല ആളുകളെയും പല സ്ഥലങ്ങളിലും കള്ളക്കേസിൽ കുടുക്കി. നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞു. തിരുവല്ലയിൽ നിന്നും ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ KSRTC ബസ്സിൽ വന്ന ഒരു കുടുംബത്തിലെ രണ്ടാളുകൾ, ആ രണ്ടാളുകൾ ബസ്സിലിരുന്നു കൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ളതാണ്. എന്താ വാർത്ത വന്നത്? ഇവർ മാധ്യമങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് വാർത്ത പുറത്തു വരുന്നത്. ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ച് അവരെ ആശുപത്രി പോകുവാൻ വേണ്ടി സമരസമിതി അനുവദിച്ചില്ല. അതിന്റെ നേതാവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് 110 BNS വകുപ്പിട്ട് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് ജയിലടച്ചു പോലീസ്. അവിടെ പിന്നെ ഒന്നും നല്ലതും നടന്നില്ല. തല്ലിയാൽ തിരിച്ചടി കൊടുത്തിരിക്കും. കേസ് വന്ന പിന്നത്തെ കാര്യമാണ്. അജിമോൻ ചാലക്കരിയെ, ആക്ഷൻ കൗൺസിൽ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി. ഞങ്ങൾ അന്നേരവും പറഞ്ഞു, ഇവർ ക്യാൻസർ രോഗിയാണെങ്കിൽ സമരസമിതിയിൽ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ ക്യാൻസർ രോഗിയാണ്, ദയവായി ഞങ്ങളെ പോകാൻ അനുവദിക്കണം. തിരുവല്ലയിലെ നമ്മുടെ ആക്ഷൻ കൗൺസിൽ നേതാക്കന്മാർ അവർ പോകാൻ ഉദ്ദേശിക്കുന്ന കോഴഞ്ചേരിയിലെ മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് കാറിൽ കൊണ്ടുവിടാൻ പ്രാപ്തരായ ആളുകൾ തിരുവല്ലയിലുണ്ട്. നമുക്ക് അവർ പറഞ്ഞില്ല, അവിടുത്തെ ആളുകൾ അറിഞ്ഞില്ല. മാധ്യമ സൃഷ്ടി മലയാള മനോരമ ചാനൽ നടത്തിയ നെറികെട്ട സമീപനം, ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹർത്താലിന്റെ ശോഭ കെടുത്തുവാൻ വേണ്ടി വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളമാകെ വാർത്ത പ്രചരിപ്പിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്ന് കോടതിയിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ നമ്മുടെ അഡ്വക്കേറ്റ് 4 അഡ്വക്കേറ്റുമാരാണ് പ്രവേശിച്ചത് കോടതിയിൽ. അവർ കോടതിയോട് ചോദിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ളതിന് തെളിവ് ഞങ്ങൾക്ക് വേണം. ക്യാൻസർ പേഷ്യന്റിന്റെ ജീവൻ അപകടം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് കൊലപാതക ശ്രമത്തിനുള്ള കേസെടുത്തത്. കോടതി പറഞ്ഞു, തെളിവുകൾ കൊണ്ടുവരണം. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾ അറിയണം, നമ്മുടെ ഹർത്താലിന്റെ പങ്കെടുത്ത ആളുകൾക്ക് പോലും ഒരു ക്യാൻസർ രോഗിയെ തടയണ്ട എന്ന അഭിപ്രായമുള്ളവരാണ് നമ്മൾക്കെല്ലാവർക്കും. കോടതി തെളിവുകൾ ചോദിച്ചപ്പോൾ ക്യാൻസർ രോഗിയല്ല ഈ പരാതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അറിയണം, ക്യാൻസർ രോഗമില്ല അവർക്ക്. ക്യാൻസർ രോഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോകാൻ വേണ്ടി വന്ന ഹർത്താലിന് അന്ന് രാവിലെ ഇത് മാധ്യമങ്ങളാണ് ഇത് വളച്ചൊടിച്ചത്. തൊട്ടടുത്തൊരു സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഏഴുമറ്റൂർ എന്നൊരു സ്ഥലത്ത് ഭിന്നശേഷിക്കാരനായ ഒരു ആളെ കാറിലിരുത്തി മർദ്ദിച്ചു, ചെവിക്കല്ലിനടിച്ചു. അവിടെയും കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. അയാള് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അത്രോ ആരോഗ്യമുള്ള ആളെ പഞ്ചായത്തിൽ പോലും ഇല്ല, ഒരു ഭിന്നശേഷിയില്ല അയാൾക്ക്. നമ്മുടെ ഈ സമരമുഖത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഭരണകൂടം നടത്തിയ ഗൂഢമായ ശ്രമമാണ് പൊളിഞ്ഞത്. അജിമോന് കോടതി പറഞ്ഞു ജാമ്യം കൊടുക്കണം, കാരണം ക്യാൻസർ പേഷ്യന്റിനെ തടഞ്ഞിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി. എത്രയെത്ര സംഭവങ്ങൾ! ഓരോ ഹർത്താലും നിരവധി സ്ഥലങ്ങളിൽ ബസ്സുകൾ എറിഞ്ഞുടയ്ക്കുന്നു, ആളുകളെ മർദ്ദിക്കുന്നു, തെരുവുകളിൽ അക്രമം ഉണ്ടാകുന്നു. യാതൊരു അക്രമവും ഉണ്ടാകാതെ സമാധാനപരമായി നടന്ന ഹർത്താലിനെതിരെ 100 കണക്കിന് കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഹൈക്കോടതിക്ക് 3 മണിയായപ്പോൾ ഹൈക്കോടതിയിലെ വെക്കേഷൻ ബെഞ്ചിന് വല്ലാതെ അങ്ങ് വിഷമിച്ചു.
കോടതിയെ വിമർശിക്കുന്നത് ശരിയല്ല, പക്ഷേ കോടതി കാണിച്ചത് ശരിയാണോ? ഹൈക്കോടതിയിലെ വെക്കേഷൻ ബെഞ്ച് എടുത്ത തീരുമാനം ഈ ഹർത്താലിനെതിരെ കേസെടുക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഒരു ഹൈക്കോടതി പോലും പട്ടികജാതിക്കാർ നടത്തിയ ഹർത്താലിനെതിരെ കേസെടുത്തു. എന്തായിരുന്നു അവർ വിചാരിച്ചത്? പട്ടികജാതിക്കാർ നേതൃത്വം കൊടുത്ത ഹർത്താൽ കേരളത്തിൽ വലിയ ഗൗരവമായി പോലീസ് എടുത്തില്ല. അതിന്റെ ഫലമായിട്ടാണ്, പോലീസ് കാര്യമായി വിഷയത്തെ പരിഗണിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ അനിഷ്ട സംഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായത്. അതിനെതിരെയാണ് നമ്മുടെ ആക്ഷൻ കൗൺസിൽ നിരവധി സമരമുഖം തുറന്നതും ഹർത്താൽ പ്രഖ്യാപിച്ചതും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രദേശത്തുള്ള മുഴുവൻ സമര നേതാക്കളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ സമര പോരാട്ട വീര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ തെരുവ് തെമ്മാടിയായ ഈ സിയുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് ആത്മാഭിമാനത്തോടു കൂടി നിന്ന് ചോദ്യം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായത് നിസ്സാരമായ കാര്യമല്ല. ഈ സിയുടെ മുമ്പിൽ നിങ്ങളെ ആക്രമിച്ചപ്പോൾ, നിങ്ങൾ റോഡ് സൈഡിലേക്ക് മാറി നിന്നപ്പോൾ പോലും നിങ്ങളെ വലിച്ചു കൊണ്ടുപോയി പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സിയെയും അദ്ദേഹത്തിന്റെ കുറെ പോലീസ് ഓഫീസർമാരായ തെരുവ് പട്ടികളും ഇതിന് സമാധാനം പറയാതെ വിടത്തില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന് സമാധാനം പറഞ്ഞ് പോകാൻ കഴിയൂ. അതുകൊണ്ട് സാമൂഹ്യപരമായി നമ്മുടെ ആളുകളെ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ ഹർത്താലുകളെയും യഥാർത്ഥ വിഷയങ്ങളെയും വഴിതിരിച്ചു വിടുവാനുള്ള പോലീസിന്റെ നീക്കത്തിനാണ് നമ്മൾ ഇവിടെ എതിരായുള്ള ഈ പ്രതിഷേധ മാർച്ചും സമ്മേളനവും നടത്തിയത്. ഈ മാർച്ചിലും സമ്മേളനത്തിലും പങ്കെടുത്ത നിരവധിയായ സമുദായ സംഘടനാ നേതാക്കന്മാരെയും വനിതകളടക്കമുള്ള മുഴുവൻ ആളുകളെയും ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വരച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങൾ നടത്തുന്ന സമരം നിതിൻ രാജന് നീതി കിട്ടുന്നത് വരെയാണ്. ആ സമരമുഖത്ത് നമ്മൾ ഗവൺമെന്റ് മാറിയാലും പുതിയ ഗവൺമെന്റ് വന്നാലും ശരി, നിതിന് നീതി കിട്ടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം, പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള പ്രതിഷേധ സമരം ഒരു സൂചനയായി ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ കാണണം. ഇതിന് സമാധാനം പറയണം. മുമ്പ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ സിഐയുടെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് തന്നു. ഈ യോഗാധ്യക്ഷൻ ഞാനത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയി. ഒരു കുടുംബം പോറ്റുവാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു യുവാവിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയ ആളാണ് CI. കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ആരോ ഒരു ഫോൺ ചെയ്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച CI ആണിവൻ. എന്താ സംഭവിച്ചത്? ആ കുടുംബം വഴിയാധാരമായി പോയി. അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, എൻ്റെ കുടുംബം അനാഥമായി പോയി. +2 പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകൻ പഠിത്തം നിർത്തി. കാരണം കോളേജിൽ ചെല്ലുമ്പോൾ സഹപാഠികൾ പറയുക, കഞ്ചാവ് കേസിലെ പ്രതിയുടെ മകനാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു അച്ഛൻ്റെ വിലാപം ഞാൻ വോയിസ് ആയിട്ട് കേട്ടു. ഇതാണ് CI. നിരവധി ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുക, പ്രത്യേകിച്ച് പട്ടികജാതിക്കാരെ കിട്ടിയാൽ ക്രൂരമായി മർദ്ദിക്കുക. അത്തരം കലാവിരുദ്ധമായി തെരുവിലിറങ്ങുന്ന ഈ CIയോട് എനിക്ക് പറയാനുള്ളത്, 4-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് CIയോട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 4-ാം തീയതി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേരളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ, ഞങ്ങളെ ഉപദ്രവിച്ച സംഭവങ്ങളിൽ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ആ മറുപടി പറയിക്കാതെ നമ്മൾ പുറകോട്ട് പോകല. സമരം കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുകയില്ല. നിയമപരമായ കാര്യങ്ങൾ നീക്കും. ആ നിയമപരമായ പ്രവർത്തനങ്ങളുമായി പോകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇയാൾക്കൊരു കേസ് മാത്രം പോരാ. ഇവന്റെ യൂണിഫോം അഴിച്ചൊന്ന് വന്നാൽ ഒറ്റ വിരലിനേ ഉള്ളൂ എനിക്കിവനെ.
ഒറ്റ വിരൽ കൊണ്ട് അത്രയ്ക്കൊന്നും ഇവനും ഗുണ്ടായുസൊന്നും എടുക്കണ്ട. പക്ഷെ ഇവൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റില്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. കാരണം നമ്മുടെ കൂലിപ്പണി എടുക്കുന്ന ആളുകളെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ, അവരുടെ നെഞ്ചും കൂടും ഇടിച്ചവൻ ആരാണെങ്കിലും ശരിയേ, അവരെ നിയമപരമായും അല്ലാതെയും കൈകാര്യം ചെയ്യുന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം മഹാനായ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീകുമാര ഗുരുദേവന്റെയും കാവായിക്കുളം കണ്ണൻകുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ നവോത്ഥാന രംഗത്ത് നമുക്ക് വേണ്ടി പണിയെടുത്ത, നമുക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന, വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന നവോത്ഥാന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട്, ഈ സമൂഹത്തിന് ഇവിടെ അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുമയോട് നിന്നുകൊണ്ട് നീതിന് നീതി കിട്ടുന്നത് വരെയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങളുടെ കൊടികൾ ഒന്നിച്ച് ചേർത്ത് പിടിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം.